അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത വാർഷിക പരീക്ഷയിൽ 8ാം തരത്തിലെ താരീഖിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സെക്ഷൻ 1 നൂസിലു ബിമാ യുനാസിബു. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായതെടുത്ത് എഴുതാം. അതിൽ 5 ചോദ്യങ്ങളാണ്. 1. അഹബ്ബു അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷത്തു. 2. ബിൻതു ഉമർ റളിയല്ലാഹു അൻഹു ഹഫ്സ. 3. ഹംസ റളിയല്ലാഹു അൻഹു അമ്മു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4. അവ്വലു മൻ അൽഹറ ഇസ്ലാമഹു ബിമക്കത വ ഷഹിദ ബദ്റൻ ബിലാൽ ബിൻ റബാഹ്. 5. ഫാത്തിമത്തു ബിന്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദത്തു നിസാഇൽ ജന്ന. സെക്ഷൻ 2 നുതമ്മിമു പൂർത്തിയാക്കാം. 1. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബി കന്നുജൂം ഫബിയയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. 2. അല്ലാഹുമ്മ ഫഖിഹ്ഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅവീല. 3. ലിസഫിയ്യത സലാസുൻ വസബഊന സനതൻ വദുഫിനത ബിൽ ബഖീ. 4. അസ്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സനത 70. 5. ഖാല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കറിൻ സയ്യിദുന വഅതക സയ്യിദന. സെക്ഷൻ 3 നക്തുബു ഇസ്നൈനി രണ്ടെണ്ണം വീതം എഴുതുക. മീൻ ഔസാഫി ഖദീജത റളിയല്ലാഹു അൻഹു ഖദീജ ബീവിയുടെ സിഫത്തുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക. ഇമ്രാത്തുൻ ജമീലത്തുൻ നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയായിരുന്നു. താജിറത്തുൻ കച്ചവടക്കാരിയായിരുന്നു. ദാ ഷറഫിൻ വ മാലിൻ ധാരാളം ധനവും കുടുംബക്കാരുള്ള ആളായിരുന്നു. 2. മിൻ ഔലാദി ഫാത്തിമ റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ മക്കൾ ഹസൻ, ഹുസൈൻ, മുഹ്സിൻ, ഉമ്മു കുൽസൂം, സൈനബ്, റുഖിയ. സെക്ഷൻ 4 നക്തുബുൽ അസ്മാഅ പേരെഴുതുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ ബിൻ സഖ്റിൻ എന്നായിരുന്നു. 2. ഉമ്മു ബിൻ ഉമർ റളിയല്ലാഹു അൻഹു സൈനബു ബിൻതു മലൂനിൻ. 3. ഉമ്മു സഫിയ ഹാലത്തു. 4. മുമരിളത്തു ഫാത്തിമത്തു റളിയല്ലാഹു അൻഹു അസ്മാ ബിൻതു ഉമൈസിൻ. 5. വാലിദു നഫീസത്തുൽ മിസ്രിയ ഹസൻ. സെക്ഷൻ 5 നുജീബു ഉത്തരമേതാം. മാതാ ഖറ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇന്ദൽ ബൈത്തി. ആൻസർ സൂറത്തുർ റഹ്മാൻ. റഹ്മാൻ സൂറത്തായിരുന്നു പാരായണം ചെയ്തിരുന്നത്. 2. ഹാമിലുൽ ഇബാഉൽ അൻസാരി യൗമ ബദറിൻ മൻ ഹുവ. ബദർ ദിനത്തിൽ അൻസാരികളുടെ പതാക വഹിച്ചിരുന്നത് ആരായിരുന്നു എന്നാണ് ചോദ്യം. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. 3. ബിമാദ ഔലമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തസവ്വജ ഖദീജ. ഖദീജ ബീവിയെ വിവാഹം ചെയ്യുമ്പോൾ നബി തങ്ങൾ വിവാഹ സദ്യ ഒരുക്കിയത് എന്തായിരുന്നു എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഔലമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിജസൂറൈനി. 4. കം ഹദീസൻ റവത്ത് ഹഫ്സ റളിയല്ലാഹു അൻഹു. ഹഫ്സ റളിയല്ലാഹു അൻഹു എത്ര ഹദീസുകളാണ് റിവായത്ത് ചെയ്തത്? 60 ഹദീസൻ. 5. കൈഫ കാനത്ത് മഈഷത്ത് അലിയു ഫാത്തിമ റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? എൻ്റെ ആൻസർ മഈഷത്ത സുഹുദിൻ വസബിരിൻ വജുഹുദിൻ. സെക്ഷൻ 6 നുതർജിമു പരിഭാഷപ്പെടുത്താം. ഖാല അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു മാ അഷ്കല അലൈന അസ്ഹാബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുൻ ഖത്തുൻ ഫസഅൽന ആയിഷത ഇല്ലാ വജദ്ന ഇൻദഹാ മിൻഹു ഇൽമൻ. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ അടുത്തേക്ക് നബിയുടെ സഹാബികൾ ഹദീസിൽ നിന്നുള്ള സംശയങ്ങളുമായി വരുമ്പോഴെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചാൽ അതിനെക്കുറിച്ച് അവരുടെ അടുക്കൽ തക്കതായ ആൻസർ ഉണ്ടായിരുന്നു, ഉത്തരമുണ്ടായിരുന്നു എന്നാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. സെക്ഷൻ 7 നക്തുബുൽ മൈന അർത്ഥം എഴുതുക. റായത്തുൻ എന്ന് പറഞ്ഞാൽ പതാക. 2. വഹ്ഷിയ എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗം. 3. ഹിസ്ൻ എന്ന് പറഞ്ഞാൽ കോട്ട. സഹ്റിൻ നെഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് 8ാം തരത്തിലെ താരീഖിൽ നിന്ന് വാർഷിക പരീക്ഷയ്ക്ക് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ
പഠിക്കുകയും പരീക്ഷയ്ക്ക് തയ്യാറാവുകയും ചെയ്യണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.